തിരുവനന്തപുരത്ത് യുവതിയെ അടിച്ചുകൊന്നു എന്നൊരു വാർത്ത വരുന്നു. സംഭവം തിരുവനന്തപുരം മണ്ണന്തലയിലാണ്. കൊല്ലപ്പെട്ടത് പോത്തൻകോട് സ്വദേശി ഷഹീന, 31 വയസ്സാണ്. സഹോദരൻ സംഷാദ് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ അതിന്റെ കൂടുതൽ വിവരങ്ങൾ തരും. ഷഫീദ്, എന്താണ് സംഭവം? യുവതിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നാണോ, അതും സഹോദരൻ? നിലവിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. അത് തിരുവനന്തപുരത്ത് യുവതിയെ അടിച്ചു കൊന്നു എന്നുള്ളതാണ്. പോത്തൻകോട് സ്വദേശിയായിട്ടുള്ള 31 വയസ്സുകാരി ഷഹീനയാണ് കൊല്ലപ്പെട്ടത്. ഇവർ മണ്ണന്തലയിലെ അവരൊരു സ്വകാര്യ ബാങ്കിന്റെ പിൻവശത്തൊരു വീട്ടിലായിരുന്നു താമസിച്ച് വന്നത് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന സഹോദരൻ സംഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റൊരാൾ കൂടി ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ യുവതി കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ യുവതിയെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരെ മാറ്റി എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. എന്തായാലും വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഭവം തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരം മണ്ണന്തല എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഈ പോത്തൻകോട് സ്വദേശിയായിട്ടുള്ള ഷഹീന കൊല്ലപ്പെട്ടത്. ഈ സഹോദരൻ സംഷാദ്, ഇയാളെ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അല്പസമയം മുൻപാണ് ഈ സംഭവം പുറത്തേക്ക് അറിഞ്ഞത്. അതിന് പിന്നാലെ പോലീസ് വളരെ പെട്ടെന്ന് ഇടപെടുകയായിരുന്നു. മണ്ണന്തല പോലീസ് ഈ സംഭവത്തിൽ മണ്ണന്തല SHO അടക്കമുള്ള ആളുകൾ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഇതിനോടകം എത്തി പരിശോധനാ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത അതിന് വരേണ്ടതായിട്ടുണ്ട്. ഇയാൾക്കൊപ്പം, സംഷാദിനൊപ്പം ആ വീട്ടിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പോലീസിന് ലഭിക്കുന്നുണ്ട്. പോലീസ് അതടക്കം കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് വളരെ സെൻസേഷണൽ ആയിട്ടുള്ള മറ്റൊരു കൊലപാതക വിവരം അത് പുറത്തു വരികയാണ്. ഏറെ ദുഃഖകരമായ ഒരു സംഭവമാണ്. 31 വയസ്സുകാരി ഷഹീനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പോത്തൻകോട് സ്വദേശി എന്നുള്ള ഒറ്റ വിവരം മാത്രമാണ്. പ്രജിൻ, ഷഫീദ്, എന്തായാലും ഞെട്ടിക്കുന്ന വാർത്തയാണിത്. എന്താണ് ഇത്? വീട്ടിൽ വെച്ചാണോ ഈ സംഭവം ഉണ്ടായത്? അത്തരം വിശദാംശങ്ങൾ എന്തെങ്കിലും നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ്? സഹോദരനാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്, കൊലയാളി സഹോദരനാണെന്ന് മനസ്സിലാക്കുന്നു. സംഷാദ് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ തല്ലിക്കൊല്ലാൻ മാത്രമുള്ള പക അല്ലെങ്കിൽ കാരണം എന്താണെന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഇവർ ആർക്കൊപ്പമാണ് ഇവർ താമസിച്ചത്? കുടുംബാംഗങ്ങൾ മറ്റാരും ഇല്ലാത്ത സമയത്താണോ ഈ സംഭവങ്ങളൊക്കെ നടന്നത്? അത്തരം എന്തെങ്കിലും വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ ഷഫീദ്? ഇപ്പോൾ പോലീസ് നമുക്ക് കൈമാറിയിരിക്കുന്ന വിവരങ്ങൾ, അതിൽ കുറച്ചുകൂടി വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഈ മണ്ണന്തല മുക്കോലക്കൽ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ ബാങ്ക് ഉണ്ട്. ആ ബാങ്കിന്റെ പിൻവശത്തൊരു വീട്, ആ വീട്ടിലായിരുന്നു ഇവരുടെ ഈ കൊലപാതകം നടന്നത് എന്നുള്ള വിവരം പോലീസ് പറയുന്നുണ്ട്. ഇതൊരു തിരുത്തുകൂടി ഇപ്പോൾ പോലീസ് ഔദ്യോഗികമായി നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഈ ഷഫീനയുടെ പ്രായം 33 വയസ്സ് എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ഒരു വിവരം തൊട്ടടുത്ത നാട്ടുകാരടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് ഈ വിവരം പെട്ടെന്ന് തന്നെ പോലീസിലേക്ക് എത്തുകയും പോലീസ് സംഭവ സ്ഥലത്തേക്ക് അല്പസമയം മുൻപ് എത്തുകയും ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഷംസാദിനെ നിലവിൽ ഇപ്പോൾ മണ്ണന്തല പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് കൊലപാതക കാരണം, എങ്ങനെ ഈ കൊലപാതകം നടന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ യുവതിയുടെ മരണം അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. അത് കൊലപാതകമാണ് എന്നുള്ള വിവരം കൂടി പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. പ്രജിൻ, ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.